രണ്ട് കേന്ദ്രമന്ത്രിസ്ഥാനം അത് കേരളം പ്രതീക്ഷിച്ചിരുന്നതാണ്. അതിലൊന്ന് ഉറപ്പായും ശോഭാ സുരേന്ദ്രൻ്റേതുമാണ്. ഇരട്ട പദവിയാണ് ഇതിലൂടെ ശോഭാ സുരേന്ദ്രന് ലഭിക്കേണ്ടിയിരുന്നത്. മറ്റൊരു സുപ്രധാന പദവി സംസ്ഥാന അധ്യക്ഷ സ്ഥാനമായിരുന്നു. അണികളും പ്രവർത്തകരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു അതിനുവേണ്ടി. പക്ഷേ ചില കുബുദ്ധികളുടെ നീക്കത്തിന്റെ ഫലമായാണ് ശോഭാ സുരേന്ദ്രന് കേന്ദ്ര സഹമന്ത്രി സ്ഥാനം നഷ്ടപ്പെടുന്നത്. അതിനായുള്ള ചർച്ചകൾക്കായാണ് അവരെ ഡൽഹിക്ക് വിളിപ്പിച്ചത്. പക്ഷേ കേന്ദ്ര സഹമന്ത്രി സ്ഥാനം ചിലർ ചേർന്ന് നഷ്ടപ്പെടുത്തിയെന്നാണ് വിവരം. സംസ്ഥാന അധ്യക്ഷ പദവി അത് ഉറപ്പാണ്. പക്ഷേ ദേശീയ നേതാക്കളുടെ പ്രഖ്യാപനം വന്ന ശേഷമേ സംസ്ഥാന അധ്യക്ഷന്മാരുടെ പ്രഖ്യാപനം സ്വാഭാവികമായും ഉണ്ടാവുകയുള്ളൂ. സംസ്ഥാന അധ്യക്ഷ പദവിയും തട്ടിത്തെറിപ്പിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ശോഭാ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ചതോടെ കെ സുരേന്ദ്രൻ വി മുരളീധരൻ വിഭാഗത്തിന്റെ ചങ്കിടിപ്പാണ് ഏറുന്നത്. കെ സുരേന്ദ്രനെയും മുരളീധരനെയും കൊണ്ട് യാതൊന്നും കേരളത്തിൽ നടക്കില്ലെന്ന് കേന്ദ്ര നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞ കാര്യമാണ്. തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതോടെ BJPയിൽ വൻ അടിയൊഴുക്കുകളാണ് നടക്കുന്നത്. കെ സുരേന്ദ്രന്റെയും വി മുരളീധരനെയും സംബന്ധിച്ച് തങ്ങളുടെ സ്ഥാനം പോകരുത്. പണിയെടുത്ത് ഒരു തിരഞ്ഞെടുപ്പിൽ ജയിച്ചയാളോ വിയർപ്പൊഴുക്കി സംഘടനാ പ്രവർത്തനം നടത്തിയവരോ ഒന്നുമല്ല ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ BJPയിൽ ഒരു വിഭാഗമുണ്ടാക്കി ചേരിപ്പോരും കുഴൽപ്പണ ഇടപാടുമാണ് ഇവരുടെ മെയിൻ പരിപാടി. അതുമാത്രമല്ല, ആറ്റിങ്ങലിൽ നിന്ന് ശോഭാ സുരേന്ദ്രനെ മാറ്റി നിർത്തിയത് പോലും പിണറായി വിജയനുമായുള്ള ധാരണയുടെ പുറത്താണെന്നൊക്കെ വിവരങ്ങൾ വരുന്നുണ്ട്. കൂടാതെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനുള്ള ധാരണയും ഉണ്ടാക്കിയിരുന്നു. ഇതിലൂടെ അവർ ലക്ഷ്യമിട്ടത് സ്വന്തം ലാഭം മാത്രം. എവിടെ നിന്നാലും 1,00,000-ലധികം വോട്ടുകൾ വർദ്ധിപ്പിക്കുന്ന വോട്ട് വിഹിതം ഉയർത്തുന്നയാളാണ് ശോഭാ സുരേന്ദ്രൻ. ഇത്തവണ ആറ്റിങ്ങലിൽ നിന്നാൽ ജയം ഉറപ്പായിരുന്നു. അവിടെ വോട്ട് വിഹിതം ഉയർത്തിയിട്ടുള്ളതാണ് ശോഭയെന്നും ഓർക്കണം. 2019 ആറ്റിങ്ങലിൽ മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ 2.48 ലക്ഷത്തിലധികം വോട്ടുകൾ നേടിയിരുന്നു. ഈ അടിത്തറയിൽ നിന്നാണ് വി മുരളീധരൻ ഇക്കുറി 3.11 ലക്ഷത്തിലധികം വോട്ടുകൾ അവിടെ നേടിയത്. അതുകൊണ്ട് തന്നെ മുരളീധരൻ ഈ സീറ്റ് വിട്ടുകൊടുക്കാൻ ഭയമായിരുന്നു. എന്നിട്ടും ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ നിൽക്കുമെന്ന പ്രവർത്തകരും ശോഭാ സുരേന്ദ്രനും ഒരു ഘട്ടം വരെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആറ്റിങ്ങൽ വിട്ടുകൊടുക്കാൻ പക്ഷേ മുരളീധരൻ തയ്യാറായില്ല. അവിടെ വിജയിക്കില്ലെന്ന മുരളീധരന് നന്നായിട്ടറിയാം. വളരെ വൈകിയാണ് ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴയിൽ തന്നെ നിർത്തുന്നത്. അതിനു കാരണം KC വേണുഗോപാലിനും ആരിഫിനുമെതിരെ നിർത്താൻ മറ്റൊരു നട്ടലുള്ള നേതാവ് BJPയിൽ ഇല്ല എന്നത് തന്നെയാണ്. ശോഭാ സുരേന്ദ്രൻ എങ്ങനെ വന്നാലും വോട്ട് വിഹിതം ഉയർത്തുമെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് റെസ്റ്റിലായിരുന്ന അവരെ അവസാന നിമിഷം ആലപ്പുഴയിൽ ഇറക്കിയതും. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിനു കീഴിൽ വരുന്ന 2 നിയമസഭാ മണ്ഡലങ്ങളിലാണ് BJP സഖ്യം 2ാം സ്ഥാനത്തെത്തിയത്. പല പ്രാദേശിക മേഖലകളിലും അവർ ഒന്നാമതുമായിട്ടുണ്ട്. 5 വർഷം കൊണ്ട് 1.2 ലക്ഷത്തോളം വോട്ടിന്റെ വർധനയാണ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ തവണ 1.87 ലക്ഷത്തിലേറെ വോട്ടുകളാണ് ഡോക്ടർ KS രാധാകൃഷ്ണൻ നേടിയിരുന്നത്. അതാണിപ്പോൾ ശോഭ 2.99 ലക്ഷത്തിന് മുകളിൽ എത്തിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് ഏത് പദവി BJP കേന്ദ്ര നേതൃത്വം നൽകിയാലും അതിന്റെ പ്രതിഫലനം കേരളത്തിലെ BJP നേതൃത്വത്തിലുണ്ടാകും. BJPയിലെ ഗ്രൂപ്പ് സമവാക്യങ്ങളിലും മാറ്റമുണ്ടാകും. ഇത് തിരിച്ചറിഞ്ഞ ശോഭാ സുരേന്ദ്രൻ ഉന്നത പദവിയിൽ എത്താതിരിക്കാനുള്ള ചരടുവലികളും കേരളത്തിലെ പ്രമുഖ നേതാക്കളുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിത്തവണ വിലപ്പോകാൻ സാധ്യതയില്ലെന്നാണ് ലഭിക്കുന്ന സൂചന. ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ എത്തിക്കാതിരിക്കാനുള്ള ചരടുവലികളും നടത്തുന്നുണ്ട് ഇവർ. മുരളീധരനെ സംസ്ഥാന പ്രസിഡന്റാക്കാനാണ് പ്രത്യക്ഷത്തിൽ ശ്രമം നടക്കുന്നത്. കൂടാതെ കേരളത്തിൽ അക്കൗണ്ട് തുറന്ന സാഹചര്യത്തിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുരേന്ദ്രന് ഒരവസരം കൂടി നൽകണമെന്ന വാദവും ഇവർ വയ്ക്കുന്നുണ്ട്. എന്നാൽ ഈ വിജയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് പങ്കില്ലെന്നും നേരത്തെ തന്നെ അനുയോജ്യരായ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ കൂടുതൽ വിജയം നേടാനാകുമായിരുന്നുവെന്നാണ് മറുപക്ഷത്തിന്റെ വാദം. ജനറൽ സെക്രട്ടറി MT രമേശിനെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ RSSലെ ഒരു വിഭാഗവും സുരേന്ദ്രൻ മുരളീധരൻ വിരുദ്ധരും രംഗത്തുണ്ട്. കഴിഞ്ഞ തവണ ആറ്റിങ്ങലിലും ഇത്തവണ ആലപ്പുഴയിലും തിളക്കമാർന്ന നേട്ടമുണ്ടാക്കിയ ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന പ്രസിഡന്റാക്കണമെന്ന വാദത്തിനും ശക്തി കൂടുകയാണ്. അതിനു തന്നെയാണ് സാധ്യതയേറെയും. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിനുള്ള പ്രഖ്യാപനം വരുമെന്ന് തന്നെയാണ് അറിയുന്നതും. ഈ കുത്സിത പ്രവൃത്തികളെല്ലാം തള്ളിക്കളഞ്ഞ് അവരെ സംസ്ഥാന അധ്യക്ഷയാക്കുമെന്ന് തന്നെയാണ് വരുന്ന വിവരങ്ങൾ. മുരളീധരനും സുരേന്ദ്രനും മുന്നറിയിപ്പ് നരേന്ദ്രമോദിയും അമിത്ഷാജിയും നൽകി കഴിഞ്ഞു. ഇനി കൂടുതൽ വിളച്ചിലെടുത്താൽ പാർട്ടിയിലെ ഉണ്ടാകില്ല എന്നുള്ളതാണ് മുന്നറിയിപ്പ്.